ഹലോ, ആരാണ്? ഹലോ, മിസ്റ്റർ ചന്ദ്രസേൻ അല്ലേ? അതെ, ഞാൻ ഡെയ്സിയാണ്. ഞാൻ ഫോൺ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട ഡേസി, ഇങ്ങോട്ട് വരണ്ട. ഞാൻ സമയം പോലെ ഡേസി വന്ന് കണ്ടുകൊള്ളാം. നിങ്ങളുടെ സമയം കാത്തിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാന്ന് പറഞ്ഞത്. എന്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണം. ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാ നല്ലത്. ഓക്കെ? ഹലോ ഹലോ, ഡാഡി, ഡാഡി, ഇത് കണ്ടോ? പോയല്ലോ. ഞാൻ പോവില്ല. മോൻ കരയില്ലേ? ഇതാ പുറത്ത് ചെന്ന് കളിക്കും. ശരി. ആരോടുള്ള ദേഷ്യമാണ് കുട്ടിയോട് തീർക്കുന്നത്? ഞാൻ ഗുരുവായൂർ പോയപ്പോ കണ്ടിട്ട് പോയ ആളല്ല തിരിച്ചു വന്നപ്പോ മുതൽ കാണുന്നത്. നിങ്ങൾക്ക് ഇതെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ദയവ് ചെയ്ത് നീ എന്നെ ശല്യം ചെയ്യാതിരിക്കും. ശല്യം ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ചില സത്യങ്ങൾ അറിയാം. നീ ഒന്നും അറിയണ്ട. എനിക്കറിയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ലോകത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നിങ്ങൾ ആ കൽക്കത്താക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും പോലീസിനെ ഭയപ്പെടുന്നതും ഞാൻ കണ്ടു. സരസ്വതി, നിങ്ങളുടെ ഗതികേട് കണ്ട് തുള്ളി പൊള്ളി പോയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് തുറന്നു പറയൂ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് ഞാൻ വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് എല്ലാം കേട്ടുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നത്. ബിസിനസിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. പക്ഷെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് പരസ്യമായിട്ടായിരിക്കും. സരസ്വതി, നിന്നോട് പോകാനാണ് പറഞ്ഞത്. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് ഇന്ന് 5 വയസ്സായുള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ? അവൻ വളരുമ്പോ അവന്റെ അച്ഛനെ കാണാൻ സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞേക്കാൻ എനിക്ക് കഴിയില്ല. അതിന് കിടക്കരുത്. അതിനും കടന്ന് അഭിമാനവും കളഞ്ഞ് ജീവിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വസ്ഥതയോട് ജീവിക്കാനുള്ള വക ഈ കുടുംബത്തിനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഈ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പറ്റൂ. സരസ്വതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള അവിവേകമൊന്നും എനിക്കില്ല. നിങ്ങളിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഈ ലോകത്ത് ആര് നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ നാവ് പിഴുതെറിഞ്ഞാൽ അതോടെ എല്ലാ ശബ്ദവും അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് പറയാനോ? ആരാ? മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ ചന്ദ്രസേൻ എവിടെ? അകത്തുണ്ട്. നിങ്ങളാരാണ്? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭാര്യയാണല്ലേ? ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സരസ്വതി, കാപ്പി കൊണ്ടുവരൂ. നിങ്ങളുടെ ഭാര്യ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചാണോ ഭയപ്പെടുന്നത്?
ദയവ് ചെയ്ത് ഇനിയൊന്നും സംസാരിക്കരുത്. ഡേസിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് 50,000 റുപ്പീസ് ഉടനെ വേണം. അത്രയല്ലേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ്. താങ്ക്സ്. ഈ ചെക്ക് നോ പ്രോബ്ലം. ഇന്ന് തന്നെ മാറാം. എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഈ വീട്ടിലിരിക്കേണ്ടവളാണ്. പക്ഷെ അതിനുള്ള ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. നമുക്ക് പിന്നെ കാണാം. പോയേ. ബൈ ബൈ. ബൈ. ഇവളേതാണ്? എന്റെ ഒരു പാർട്ണറുടെ മാള്. അദ്ദേഹം കിടപ്പിലാണ്. ആ വിവരം പറയാനാ വന്നത്. അവളാണ് ഈ വീട്ടിലിരിക്കേണ്ടവളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് നിനക്കറിയില്ലേ? അവളുടെ അച്ഛനല്ലേ എനിക്ക് ഈ വീട് വിലക്കി തന്നത്. രാഘവ, ഒരു വശത്ത് നാഗേന്ദ്രൻ, മറുവശത്ത് പോലീസ്. കടലിന്റെയും ചെക്കുത്താന്റെയും നടുവിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പോലീസിന് ആ ഖാദറിനെയും ബാലിനെയും കയ്യിൽ കിട്ടുന്നുള്ളൂ മുതലാളി. പക്ഷേ ആ സ്വർണത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരെ നമ്മൾ ആ നാഗേന്ദ്രൻ മുതലാളിയെ കയ്യിലെടുത്തേ പറ്റൂ. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം, ചന്ദ്രസേന മുതലാളി, നിങ്ങൾ എന്നെ ചതിച്ചാൽ ഞാൻ നിങ്ങളെയും ചതിക്കും. ഡേസിക്ക് ഇതുവരെ എന്നെ മനസ്സിലായി. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. എന്താണ്? പറയൂ. നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എനിക്ക് തന്നാൽ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോട് ഒന്നിച്ചു കാണും. നീ ചോദിച്ച സ്വത്ത് എന്നായാലും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിഞ്ഞുകൂടെ? ഈ വാക്ക് സത്യമാണോ? സത്യം. ശരി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഡേസി, നാഗേന്ദ്രൻ ബോസിന്റെ വലം കൈയാണ്. അവൻ സ്വർണവും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിലാണ് നിൽക്കുന്നത്. ഞാനും ബോസുമായുള്ള ബന്ധം തകർന്നാൽ നീയും ഞാനും തെരുവിൽ നിൽക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വീശുന്ന വലയിൽ നാഗേന്ദ്രനെ വീഴ്ത്തണം. I'll do it.